കേറി വാടോ, അടിച്ച് കേറി വരട്ടെ. വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൂർഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂർഗ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കൂടത്ത് കിരണുണ്ട്, കിരണിൻ്റെ വൈഫുണ്ട്, ഞാനും എൻ്റെ മോളും എൻ്റെ വൈഫും ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം സിജിൻകായും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കൂർഗിനായിട്ട് നമ്മൾ റെഡി ചെയ്തിരിക്കുകയാണ്. സാധനങ്ങൾ നമ്മുടെ സാധനം മൊത്തം പാക്ക് ചെയ്ത്. അപ്പോൾ പിന്നെ നമ്മൾ ഗ്യാസൊക്കെ എടുത്തിട്ടുണ്ട് വഴിയിൽ കുക്ക് ചെയ്യാൻ, പിന്നെ ടെൻ്റ് എടുത്തിട്ടുണ്ട്. വഴിയിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ടെൻ്റ് സ്റ്റേ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂർഗിലേക്ക് തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി റെഡിയാക്കി നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇറങ്ങുകയാണ്. കറക്റ്റ് 6:20 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂർഗിലേക്കുള്ള യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ കിരൺ കാച്ചാണി എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും മാടായി. അപ്പോൾ നമ്മുടെ ഐറിസ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്, തുടങ്ങുകയാണ്. നമ്മളെ ഒരു 2 മാസമാണ് ഐറിസിനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ 23 ദിവസമായപ്പോൾ തന്നെ ഞാൻ ഐറിസിനെ കൊണ്ട് ഇന്ത്യ ഫുള്ള് ചുറ്റിയിട്ടുണ്ട്. അത് അറിയാലോ. അതെ, പക്ഷേ എന്നാലും ഇത് ഞങ്ങൾ ട്രിപ്പായിട്ട് പോകുന്ന ആദ്യത്തെ ടൈമാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ അമ്പലത്തിൽ ഇറങ്ങി പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അമ്പലം എന്ന് പറയുമ്പോൾ വേറെ ഒരു അമ്പലമല്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള വെള്ളനാട് ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ വെള്ളനാട് ക്ഷേത്രം അപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇതാ കുറച്ച് ഫ്യൂവൽ നിറയ്ക്കാൻ പോവാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ആദ്യം വണ്ടി ഒന്ന് ഫുൾ ടാങ്ക് ആക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞു ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം ഏറെക്കുറെ നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞുള്ള സ്ഥലമാണ്. സ്ഥലം ഏതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നല്ല ഫാമിലിക്ക് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും വളരെ രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി വീണ്ടും അവിടെ തിരിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എൻ്റെ പണി ഇതാ ഒരുത്തം തിരിച്ചു തന്നിരിക്കുന്നതാണ്. വാള് വയ്ക്കുകയാണ് അവൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഉച്ചയായി. ഉച്ചയ്ക്ക് വീണ്ടും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേറെ സ്ഥലത്ത് വണ്ടി നിർത്തി. പിന്നെ ഈ ദിവസം വളരെ ശോകമായിരുന്നു പിന്നീടുള്ള കാര്യം. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കോഴിക്കോട് എത്തിയത് അലീഷയുടെ വീടാണ്, എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്നലെ നൈറ്റ് എത്തിയത് ഞങ്ങൾ ഇന്ന് രാവിലെയാണ് എത്തിയത്. കാരണം വണ്ടി ഇടയ്ക്ക് വെച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞങ്ങൾ വീഡിയോ ആക്കിയിട്ടില്ല. ഇനി വണ്ടി പണി ചെയ്യാൻ ഞങ്ങളിപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയതാണ്. ഇത് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന പണിയാണ്. ഞങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പൈപ്പ് പൊട്ടിയിട്ട് ഞങ്ങളുടെ നൈറ്റ് ഫുള്ള് തൃശ്ശൂർ ഹോൾട്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി റെഡിയാക്കാൻ ഒരു ദിവസം ഫുള്ളെടുത്തു. ഈവനിങ് 6 മണി 7 മണി ആയപ്പോഴാണ് വണ്ടി റെഡിയായി കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അവിടെ നിന്ന് നേരെ ഇതായി കാണുന്ന മിഠായി തെരുവിലേക്ക് പോയി. അങ്ങനെ അന്നത്തെ ഡേയ്സ്, അങ്ങനെ ഞങ്ങൾ 2 ഡേയ്സ് അവസാനിച്ചു. 2 ഡേയ്സ് വളരെ പെട്ടെന്നാണ് പോയത്. അത് കഴിഞ്ഞ് അന്നേ ദിവസം നൈറ്റ് അലീഷയുടെ തന്നെ കോഴിക്കോടുള്ളൊരു ഫ്ലാറ്റിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അന്ന് നൈറ്റ് ഞങ്ങൾ ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ എല്ലാവരും കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ദിവസം മോർണിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അലീഷയുടെ ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ഫ്ലാറ്റിലാണ് നമ്മൾ ഇന്നലെ 3Bയിൽ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റൊക്കെ ആയതുകൊണ്ട് ആ സമയത്തുള്ള വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ്. നമ്മളടുത്ത് ഇവിടുന്ന് പോകാൻ പോകുന്നത് കൂർഗിലേക്കാണ്. ഓക്കെ, അമ്പൻ വണ്ടി എടുക്കുന്നു. നമ്മൾ ഫ്ലാറ്റിൽ വന്നിട്ട് അമ്പൻ വണ്ടി എടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇന്നലെ പണി കിട്ടി ഗൈസ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റിലാണ് നമ്മൾ ഇന്നലെ നിന്നത്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ വണ്ടിക്ക് ഫ്യൂവൽ അടിക്കാൻ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത്
കോഴിക്കോട് തന്നെ അടുത്ത സ്ഥലത്തൊരു സ്ഥലത്ത് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വണ്ടി നിർത്തി. അപ്പോൾ ഫുള്ള് നല്ല മഴയാണ് കോഴിക്കോട് ഇപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് വഴി നമ്മുടെ കണ്ണൂർ കുറ്റ്യാടി ചുരം വഴിയാണ് ഞങ്ങൾ അവിടെ നിന്ന് വയനാട്, കുറ്റ്യാടി ചുരം വഴി വയനാട് പോയി അവിടെ നിന്ന് കൂർഗ് പോകുന്ന റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ കുറ്റ്യാടി ചുരം വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രസമുള്ളൊരു വഴിയാണ്, നല്ല റൂട്ടാണ്. സ്ഥലങ്ങളൊക്കെ വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. ഗായ്സ്, അപ്പോൾ ഇത് കർണാടകയിലെ പെട്രോൾ പമ്പാണ്. കർണാടകയിലെ പെട്രോൾ പമ്പിന് ഡീസലിന് 87 റുപ്പീസേ ഉള്ളൂ. നമുക്ക് മണ്ടത്തരം പറ്റി, നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മുടെ വണ്ടിയിൽ ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാപ്യായം തുഴക്കമായ മുഴങ്ങിടും പാട്ട് സന്തോഷം പിറന്ന പാട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ഡാൻസും പാട്ടെല്ലാം കഴിഞ്ഞ് മടിക്കേരി ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരിടത്ത് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല ഫാമിലി റെസ്റ്റോറൻറ്റിലൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അത്യാവശ്യം കൊള്ളാവുന്ന ഫുഡൊക്കെ തന്നെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയത്. അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ മടിക്കേരി ഡിസ്ട്രിക്റ്റിലെ തന്നെ ആ ഗോൾഡൻ ടെമ്പിൾ റൂട്ടിലെ വില്ലേജ് റൂട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലാണ്. അപ്പോൾ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ കാർ പാർക്കിങ്ങിലെത്തി. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തിന് കാർ പാർക്കിംഗ് തൊട്ട് മടിക്കേരി എന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദിസ് ഈസ് കാച്ചണി അമ്പാൻ ആൻഡ് വിക്രു ആൻഡ് കിരണിൻ്റെ വൈഫ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂർഗിൽ ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു ഹോം സ്റ്റേയും നല്ല റൂമൊക്കെ ഉള്ള അടിപൊളി ഹോം സ്റ്റേ ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ചെറിയൊരു റേറ്റിൽ നമുക്ക് 6 പേർക്ക് തങ്ങാനായി 2 റൂമും ഒക്കെ ഉള്ളൊരു വീട് പോലത്തെ ഒരു ഹോം സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾക്ക് ഇതുവരെ വന്നതിൽ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
നെക്സ്റ്റ് ഡേ ഇതാ ഇതുപോലെ കുറച്ച് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബാംഗ്ലൂർ വന്നു. അപ്പോൾ ഈ കാണുന്നത് ബാംഗ്ലൂർ പാലസാണ്. അവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ കുറച്ച് ഫുഡ് എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു, നൈറ്റായി തിരിച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. ഇതോടെ ഞങ്ങളുടെ കൂർഗിൻ്റെ അവസാനത്തെ രാത്രിയാണ്. അപ്പം ഇതോടെ കൂർഗ് ട്രിപ്പ് അവസാനിക്കുകയാണ്. വിമാനം കരയേറി ഒരു ദിനം ഇളമുളം കാട്ടിലെ നീറുകൾ ചില ജനാലകൾ താരകങ്ങൾ